ഹായ് ബ്രൗണീസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഗ്രൂമിങ്ങിൽ ഒരു മെയിൻ പാർട്ടായിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. അപ്പം ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്തിനെക്കുറിച്ചാണ് ആ വീഡിയോ എന്ന്? പറ്റില്ലെങ്കിൽ ഞാൻ കൺഫ്യൂഷൻ അടിക്കേണ്ട, ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടത്, നിങ്ങളൊരാളെ കാണുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്തായിരിക്കും? എല്ലാവർക്കും കുറേ ഉത്തരങ്ങളുണ്ടാകുമെങ്കിലും എൻ്റെ ഒരു മെയിൻ കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വരുന്ന ഞാൻ ഒരാളിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അയാളുടെ സ്മൈലും അയാളുടെ കോൺഫിഡൻസും. അതാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറ്. അപ്പം നിങ്ങളും അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അതിൻ്റെ ബിഹൈൻഡായിട്ടുള്ളൊരു കാരണമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രൂമിങ് സൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതെ, ഓറൽ ആൻഡ് ടീത്ത് ഹൈജീൻ. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ കുറേ സൈഡുണ്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പം ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ്. നിങ്ങൾ കുറേ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ കറക്റ്റായിട്ടൊരു ബ്രഷ് നിങ്ങൾ ഇത്ര മാസം കൂടുമ്പോൾ ചേഞ്ച് ചെയ്യാത്ത, അല്ലെങ്കിൽ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യാത്ത, നിങ്ങൾ പല്ല് തേക്കുന്നത് ഭയങ്കര ഹാർഷായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രഷ് നിങ്ങൾ മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ടങ്ക് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഗമ്മ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓറൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു റീസണാണ്. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ ഓറൽ ഹൈജീനിക് വേയിലല്ല നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ, അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്കുകളിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളാണ് നമ്മളിനി അടുത്ത് പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് യെല്ലോ ടീത്ത് ഉണ്ടാവും, അതായത് സ്റ്റെയിൻസ് ഉണ്ടാവും ടീത്തിൽ മൊത്തം. പിന്നെ ക്യാവിറ്റീസ് ഉണ്ടാവും, നിങ്ങൾക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടാവാം. പിന്നെ നിങ്ങൾക്ക് ഗം പ്രോബ്ലംസ് ആയിട്ട് ഗം ബ്ലീഡിങ് ഉണ്ടാവാം. പിന്നെ മോണയിൽ ഫുള്ള് പഴുപ്പ് പോലെ ഉണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് മോണയ്ക്ക് കുറച്ചുകൂടെ ബലം കുറവ് പോലെ ഫീൽ ചെയ്യും. പിന്നെ സെൻസിറ്റീവ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ പല്ല് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് പ്രശ്നമാവും. പിന്നെ ഈ പല്ലിൽ ഫുള്ള് ഇങ്ങനെ കക്ക പോലെ ഇങ്ങനെ അടിയുന്ന കുറേ കാര്യങ്ങൾക്ക് സഹായം ഇങ്ങനെ ഇതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടൂത്തിനെ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ മിസ്റ്റേക്കുകൾ കൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മെയിൻ കാരണമാകുന്നത് കുറേ കാരണങ്ങളുണ്ട്. അതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഇതെങ്ങനെ ഒന്ന് സോൾവ് ആക്കണമെങ്കിൽ അതായത് അവോയ്ഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. അത് നിങ്ങളുടെ പല്ലിൽ സ്റ്റെയിൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും യെല്ലോ കളേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരുപാട് ടൂ മച്ച് കോഫി ആയിട്ടുള്ള ഐറ്റംസ് കുടിക്കുന്നതുകൊണ്ടോ കഴിക്കുന്നതുകൊണ്ടോ ഒക്കെ ആയിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുള്ളവരാണെങ്കിൽ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ടുബാക്കോ യൂസസ് ഉണ്ടെങ്കിലും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാവിറ്റീസ് ഉണ്ടാവുന്ന കൂടുതൽ മധുരങ്ങൾ, ഷുഗറി ഫുഡ്സ് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ പാക്ക്ഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ചില മധുരപദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല്ലിൽ ഇങ്ങനെ അടിഞ്ഞിരിക്കാനോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ പാകത്തിനുള്ള കുറച്ച് ഫുഡ് പ്രോഡക്ട്സ് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ ഗം പ്രോബ്ലം ഉണ്ടാകുന്നത് നിങ്ങൾ ഫുഡ് കഴിച്ച് കറക്റ്റായിട്ട് പ്രോപ്പർ വേയിൽ അത് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർ വേയിൽ നിങ്ങളുടെ മോർണിംഗ് നൈറ്റ് റുട്ടീനൊന്നും നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫുഡ് പാർട്ടിക്കിൾസ് പോകാതെ ബാക്ടീരിയാസ് ഉണ്ടായിട്ട് അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഗം പ്രോബ്ലംസ് ആയിട്ട് റിലേറ്റ് ആവാനും അതുവഴി നിങ്ങളുടെ പല്ലിൽ ഫുള്ളി കക്ക പോലെ അടിയാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ മൗത്ത് ഡ്രൈ ആവും. അതിന് കാരണമായിട്ട് ബാക്ടീരിയാസ് ഉണ്ടാവും. സെയിം ഗം പ്രോബ്ലംസും ബാഡ് ബ്രെത്തായിട്ടും അത് മാറാനായിട്ട് ഇതാവും. പിന്നെയെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആകുന്നത്, അതായത് പല്ല് നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് പല്ലൊക്കെ തേക്കുന്നത് മൂലം നമ്മുടെ പല്ലിലെ ഇനാമൽസൊക്കെ നഷ്ടപ്പെട്ട് പല്ല് പെട്ടെന്ന് സെൻസിറ്റീവ് ആകാൻ തോന്നും. അപ്പോൾ അതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി കാണും. അതായത് മെയിനായിട്ട് നമ്മുടെ പല്ലിന് വേണ്ടത് കാൽസ്യം, വൈറ്റമിൻ ഡി, ഫോസ്ഫറസ്, അങ്ങനത്തെ കുറച്ച് വൈറ്റമിൻസാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ബോഡിയിൽ ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾക്ക് കുറേ ടൂത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങൾ ഡോക്ടേഴ്സിനെ, അതായത് ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് പല്ലിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ
മോണേന്ന് ബ്ലീഡിങ് ഉണ്ടാകുന്ന പോലെ ആയിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പല്ല് കേടായിട്ട് വേദന, പല്ല് സെൻസിറ്റീവ് ആവുന്നത്, ഇതെല്ലാം ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു ഡോക്ടറെ കാണിച്ച് അത് മാറ്റാത്ത കാരണം ഈ പ്രശ്നങ്ങളെല്ലാം സിവിയറായിട്ട് പിന്നെ പല്ല് തന്നെ പറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടി നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ കോഴ്സൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും കേൾക്കാൻ. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഈ കോഴ്സസ് എല്ലാം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്തൊക്കെ സൊല്യൂഷൻ ചെയ്യണം, അതാണ് നമുക്കിന്ന് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ ഒരു 3 to 4 അല്ലെങ്കിൽ ഒരു 6 months കൂടുമ്പോൾ ഒന്ന് ചെന്ന് കാണാൻ നോക്കുക. അത് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യാനും നോക്കുക. അപ്പോൾ ഈ ഓൾറെഡി ഡോക്ടേഴ്സിനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഗമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നിങ്ങളുടെ ഓറൽ ഹൈജീൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളുടെ പല്ലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഡോക്ടർമാർ പറഞ്ഞു തരും. അപ്പോൾ അവർ പറഞ്ഞു തരുന്നത് മനസ്സിലാക്കി നിങ്ങൾ അവരെ ഒരു റീവിസിറ്റ് ചെയ്ത് ഒരു 6 months കൂടുമ്പോഴോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ടൈമിലോ നിങ്ങൾ അവരെ വിസിറ്റ് ചെയ്ത് പല്ലിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ബ്രഷിങ് ചെയ്യണം ട്വൈസ് ഡെയിലി, അതായത് ഒരു ദിവസം 2 നേരം ബ്രഷിങ് മസ്റ്റായിട്ട് ചെയ്യുക. അതും പേസ്റ്റ്, ബ്രഷ്, മൗത്ത് വാഷ് ഒക്കെ യൂസ് ചെയ്ത്. പിന്നെ ഓരോരോ ഗം പ്രോബ്ലംസും അല്ലെങ്കിൽ പല്ലിൻ്റെ പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം ഡോക്ടേഴ്സൊക്കെ തരുന്നതനുസരിച്ച് വേണം നിങ്ങൾ, അതായത് മൗത്ത് വാഷും പേസ്റ്റും പിന്നെ ചിലർ ഫ്ലോസൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ചിലർക്കൊന്നും അതത്ര പറ്റണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന എല്ലാ പേസ്റ്റും എല്ലാവർക്കും യൂസ്ഫുൾ ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടേഴ്സിനോട് ചോദിക്കുക, എൻ്റെ പല്ലിനോ അല്ലെങ്കിൽ എൻ്റെ പല്ലിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ മോണയുടെ ആരോഗ്യത്തിന് പറ്റിയ ഒരു പേസ്റ്റും ബ്രഷും അല്ലെങ്കിൽ ഒരു മൗത്ത് വാഷ്, അപ്പോൾ അതൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പറഞ്ഞു തരും. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക, അത്യാവശ്യം ശരീരത്തിൽ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക. നിങ്ങളുടെ ഡയറ്റിൽ അത്യാവശ്യം നട്ട്സ്, സീഡ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ ഫിഷ്, ചിക്കന്, മിൽക്ക് അതൊക്കെ ആഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം നിങ്ങളുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അത് കിട്ടുന്നതോട് കൂടി നിങ്ങൾക്ക് പല്ലിന് അത്യാവശ്യം ബലം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ പേസ്റ്റും മൗത്ത് വാഷും ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക നിങ്ങളുടെ മോർണിംഗ് നൈറ്റ് റുട്ടീനിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷുഗറി ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ഒരുപാട്. അതായത് പല്ല് കേടാകുന്നതിനേക്കാളും ഭേദമല്ലേ അതൊന്ന് അവോയ്ഡ് ചെയ്ത് കുറച്ച് നാളത്തേക്കോ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് ടൂ മച്ച് ഷുഗർ എടുക്കാതിരുന്നാൽ മതി. പിന്നെ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്മോക്കിങ് കുറയ്ക്കുക, കോഫി ഇൻടേക്ക് ചെയ്യുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റുന്ന പരമാവധി നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൻസിറ്റീവായിട്ടുള്ള പല്ലുകാരാണെങ്കിൽ ഹോട്ട് ആൻഡ് കോൾഡ്, എക്സ്ട്രീം ഹോട്ടായിട്ടുള്ളത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ പറ്റുന്ന പരമാവധി 2 minutes നമ്മൾ ബ്രഷിങ് ചെയ്യുന്നത് പ്രോപ്പർ വേയിൽ 2 minutes ചെയ്യുക. ആ പ്രോപ്പർ വേയിൽ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം കഴുകി നന്നായിട്ട് സെറ്റാക്കിയൊക്കെ വെക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇവിടെ ബുക്കിൽ എഴുതി വയ്ക്കുക, അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കണേ. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പം ഇപ്രാവശ്യം എനിക്ക് എൻ്റെ ഡോക്ടർ ഞാൻ ഇതുപോലെ പ്രശ്നമായിട്ട് ഞാൻ എൻ്റെ ഡോക്ടറിനെ, അപ്പോൾ എനിക്ക് 2-3 മാസം മുമ്പ് എനിക്ക് കുറച്ച് വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, കാൽസ്യത്തിൻ്റെയൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടറിൻ്റെ അടുത്ത് പല്ല് ക്ലീൻ ചെയ്യാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഡോക്ടർ അതിൻ്റെ കുറവുള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു പല്ല് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ വൈറ്റമിൻ ഡിയുടെ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ അത് ക്ലീൻ ചെയ്താൽ നമുക്ക് പല്ലിന് കുറച്ചുകൂടെ പ്രശ്നമാവും. അപ്പോൾ അത് ഒന്ന് സെറ്റായിട്ട് മതി എന്ന് പറഞ്ഞ് ഞാനിപ്പം മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുക. അതുകൂടി കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാനിപ്പോൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡോക്ടർ തന്നെയാണ് ഈ പേസ്റ്റ് ഓൺ ആൻഡ് ഓണിൻ്റെ. ഇത് ഓൺലൈനിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല, കാരണം നിങ്ങളെപ്പോഴും നിങ്ങളുടെ പല്ലിന് ഇപ്പം എൻ്റെ പ്രശ്നമായിരിക്കില്ല നിങ്ങൾക്ക്. അപ്പം നിങ്ങളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് അതിന് പറ്റിയ മരുന്നും അതിന് പറ്റിയ പേസ്റ്റും ഇതും എല്ലാം നോക്കി ചെയ്യുന്നത് അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞു തരുന്നത് ജസ്റ്റ് നിങ്ങൾ ഈ ഒരു കെയറും കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ
പ്രോപ്പർ ബ്രഷിങ് ടെക്നിക്കിലേക്ക് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രഷ് വേണം. അത് നിങ്ങളുടെ ഗമ്മിനും നിങ്ങളുടെ ടീത്തിനും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞത് സോഫ്റ്റ് യൂസ് ചെയ്യാനാണ്. കാരണം എനിക്ക് ഗം പ്രോബ്ലം ആണ് ഉള്ളത്. അപ്പം ഗം പ്രോബ്ലം ഉള്ളവർക്ക് ഹാർഡായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ബ്ലീഡിങ് കൂടും. അപ്പോൾ എന്നോട് പറഞ്ഞേക്കുന്നത് ബ്രഷ് സോഫ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ആങ്കറിൻ്റെ അൾട്രാ സോഫ്റ്റ് ബ്രഷാണ്. ഇതിന് 30 രൂപയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മൗത്ത് വാഷ് വന്നിട്ട് സിപ്പോ ഫ്രഷിൻ്റെയാണ്. അപ്പം ഞാനിപ്പോൾ ബ്രഷ് ചെയ്ത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ബ്രഷിങ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ പല്ല് ഇതാണെന്ന് വിചാരിക്കുക, എൻ്റെ ചുണ്ടാണ് എൻ്റെ പല്ല്, നിങ്ങളുടെ പല്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ പല്ലെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ബ്രഷ് ചെയ്യുന്നത് നമ്മളെപ്പോഴും സാധാരണ ബ്രഷ് ചെയ്യുന്നത് ഇങ്ങനെ ഭയങ്കര ഹാർഷായിട്ടായിരിക്കും അല്ലേ? അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം മാറി. അതായത് ബ്രഷിങ് ചെയ്യേണ്ട ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എങ്ങോട്ടാണോ പല്ല് ഉള്ളത് അങ്ങോട്ട് വേണം നമ്മൾ ബ്രഷ് എപ്പോഴും ചെയ്യാൻ. അതായത് ഇപ്പം മേളത്തെ പല്ലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ മോണയും പല്ലും ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ചെറുതായിട്ട് സർക്കുലർ മോഷനിൽ ചെയ്തിട്ട് താഴേക്ക് ബ്രഷ് ചെയ്യുക. ഇനി പല്ല് താഴേന്നാണ് ചെയ്യുന്നതെങ്കിൽ താഴേന്ന് മോണയും പല്ലും ജോയിൻ ചെയ്യുന്നിടത്ത് സർക്കുലർ മോഷനിൽ ചെയ്തിട്ട് മേളിലേക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ അറ്റം തൊട്ട് ഇവിടെയെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ സർക്കുലർ മോഷനിൽ ചെയ്യുക, താഴേക്ക് ചെയ്യുക, സർക്കുലർ മോഷനിൽ ചെയ്യുക, താഴേക്ക് ചെയ്യുക, സർക്കുലർ മോഷനിൽ ചെയ്യുക, താഴേക്ക് ചെയ്യുക. അങ്ങനെ ഇങ്ങനത്തെ പല്ലുകൾ ഫുള്ളും അങ്ങനെ ചെയ്യണം. മേളിലത്തെ ആണെങ്കിൽ സർക്കുലർ മോഷൻ താഴേക്ക്, സർക്കുലർ മോഷൻ താഴേക്ക്, താഴത്തെ പല്ലാണെങ്കിൽ സർക്കുലർ മോഷൻ മേളിലേക്ക്, സർക്കുലർ മോഷൻ മേളിലേക്ക്, അങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചവയ്ക്കുന്ന അണപ്പല്ലുകൾ ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. നമ്മൾ പല്ല് തേക്കുമ്പം നമ്മൾ അവിടെയും ഒരു സർക്കുലർ മോഷനിൽ ചെയ്യണം. പിന്നെ ഈ അകത്തെ പല്ലിൻ്റെ ഇത്രയും അകത്തെ വശം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ബ്രഷ് അല്ലാത്ത ഈ രണ്ട് സൈഡും നമ്മൾ ബ്രഷ് ഇങ്ങനെ പിടിച്ചിട്ട് സർക്കുലർ മോഷൻ മേളിലേക്ക്, സർക്കുലർ മോഷൻ മേളിലേക്ക്, സർക്കുലർ മോഷൻ മേളിലേക്ക്. ഈ മേളത്തെ പല്ലാണെങ്കിൽ സർക്കുലർ മോഷൻ താഴേക്ക്, സർക്കുലർ മോഷൻ താഴേക്ക്. ആകെ ഡിഫറൻസ് വരുന്നത് ഇവിടെ ഈ രണ്ട് പല്ല്. ഇവിടെ തേക്കുമ്പം ഇങ്ങനെ തേക്കുക. പിന്നെ അകത്ത് തേക്കാൻ സെയിം ബ്രഷ് ഇങ്ങനെ പിടിക്കുക, ഇവിടെ തേക്കുക മേളിലേക്ക്, ഇവിടെ സർക്കുലർ മോഷൻ മേളിലേക്ക്. ഇവിടെയാണെങ്കിൽ ബ്രഷ് ഇങ്ങനെ പിടിക്കുക, സർക്കുലർ മോഷൻ താഴേക്ക്, സർക്കുലർ മോഷൻ താഴേക്ക്, അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് നാക്ക് ക്ലീൻ ചെയ്യേണ്ടവരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മറ്റേ ടങ് ക്ലീനറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് നമുക്കിവിടെ ടേസ്റ്റ് പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഈ ബ്രഷിൻ്റെ കണ്ടോ ഈ പുറകുവശത്ത് ഇങ്ങനത്തെ കുറേ സാധനം കിട്ടും, അത് വെച്ച് നിങ്ങൾ ബ്രഷ് ഈ നാക്ക് വശം ക്ലീൻ ചെയ്താലും മതി. പിന്നെ ഇത് യൂസ് കഴിഞ്ഞ് നിങ്ങൾ ഈ ബ്രഷിങ് നമ്മൾ 2 മിനിറ്റ്സിൽ ചെയ്യണം. 2 മിനിറ്റ്സ് എടുത്തേ ചെയ്യാവുള്ളൂ. പിന്നെ നമ്മൾ ബ്രഷ് പിടിക്കുന്ന ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് വേണം നമ്മൾ ബ്രഷിങ് ചെയ്യാൻ ശ്രമിക്കാൻ. പിന്നെ മൗത്ത് വാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 20 ml മൗത്ത് വാഷും ബാക്കി വെള്ളവും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1 മിനിറ്റ് വായ് ഫുള്ള് ഇങ്ങനെ കുലുക്കൊഴിച്ചിട്ട് നമ്മൾ തുപ്പിക്കളഞ്ഞ് കഴുകിക്കളയുക. അപ്പോൾ പല്ലിൻ്റെ ഇടയ്ക്കുള്ള പാർട്ടിക്കിൾസ് ഫുള്ള് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോസ് യൂസ് ചെയ്യുന്നത്. ഫ്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനോട് സജസ്റ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. ഞാനത് ചെയ്യാറില്ല. ഇനി നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുക. എനിക്ക് ഗം പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. അതിന് ഒരു ത്രെഡ് പോലെ കിട്ടും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ പിടിക്കുന്ന ഒരു ചെറിയ ഇതുപോലെ കിട്ടും. അത് നിങ്ങൾക്കൊരു 1 തൊട്ട് 2 മിനിറ്റ് വരെ വേണമെങ്കിൽ ചെയ്യുക. അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രഷ് അത്യാവശ്യം ഒരു 3 തൊട്ട് 4 മാസം കൂടുമ്പം മാറ്റുക. ഇനി പല്ലിന് എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ ആ പല്ലിൻ്റെ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പം അത്യാവശ്യം മാറ്റുക. ഒരു 2 to 3 മന്ത്സിനുള്ളിൽ മാറ്റാൻ നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ നൈറ്റ് ആൻഡ് മോർണിംഗ് റൂട്ടീൻ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.